വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്യുവാനും അതേപോലെ ഇതുവരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും സാധിക്കുന്നതാണ്. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഒന്നാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമായിരുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഇന്ന് 12-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉള്ളത്. ഇന്നലെ ഓൾറെഡി ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇതുവരെയും ലിങ്ക് എടുത്തിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയും എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, കാരണം പല വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവരുണ്ട്. അതേപോലെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അഡ്മിഷൻ എടുത്ത് വിദ്യാർത്ഥികൾ കോളേജ് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റിന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, കൂടാതെ മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ എഡിറ്റിംഗ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കോളേജ്, അതേപോലെ തന്നെ ഇനി ഓൾറെഡി ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കോളേജ് അതേപോലെ കോഴ്സ് പുനഃക്രമീകരിക്കുവാനും പുതിയ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുവാനും ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് admission.uc.ac.in വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് FIUGPയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ FIUGP 2025-26 എഡിറ്റിംഗ് ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ സെക്യൂരിറ്റി കീയും അതേപോലെ തന്നെ അത് ക്യാപ്പേഡും സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇനി അതേപോലെ ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇതിന് വേക്കൻസി സാധ്യതകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എഡിറ്റിംഗ് ഓപ്ഷൻ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾ ഏഡ് ചെയ്ത് കൊടുക്കുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇനിയും ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥി, നിലവിൽ ഓൾറെഡി സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് എഴുതി, +2 സേ പരീക്ഷയൊക്കെ എഴുതി വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരുന്നവർ, അതേപോലെ സേ പരീക്ഷയുടെ റിവാലുവേഷൻ റിസൾട്ട് കാത്തിരുന്ന് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇനിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്കിവിടെ നടത്തുവാനും വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ അത് സീറ്റ് വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുക. ഉദാഹരണം നിങ്ങൾക്ക് ഏതാണോ കോളേജ്, ആ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിലവിൽ വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും അതേപോലെ നിങ്ങൾക്ക് നേരിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ ഏകദേശം ഇവിടെ രജിസ്റ്റർ കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ ഇവിടെ സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വേക്കൻസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇംഗ്ലീഷ്, അതേ ഓരോ സബ്ജക്റ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ കോഴ്സ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ, അതായത് നിലവിൽ എയ്ഡഡ് കോളേജിലോട്ടും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടും വേക്കൻസിയുള്ള മുഴുവൻ ഒഴിവിലേക്കും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് ഈ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ഇനിയും ഗവൺമെൻറ് എയ്ഡഡ് ഉൾപ്പെടെയുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ ഇനിയും പല കോളേജുകളും സീറ്റുകൾ വേക്കൻസി ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ ഏഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓപ്ഷൻസ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് ഓപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുത്തവരും അതേപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് നേരത്തെ തന്നെ, അതായത് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഒന്നാമത് ഓപ്ഷൻ കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളും കോളേജ് അല്ലെങ്കിൽ കോഴ്സ് മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് അവസാനത്തെ ഓപ്ഷനാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫൈനൽ ഓപ്ഷനാണ് അത്. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നിലവിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ലിങ്ക് അവൈലബിൾ ആണ്. ഇന്ന് വരെയാണ് ലാസ്റ്റ് ഓപ്ഷൻ. കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥ ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് അബാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.